ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൻ്റെ ലാസ്റ്റ് തിയറിയാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത്. ട്രഡീഷണൽ അപ്രോച്ച് ഇറ്റ് വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ സോളമൻ എസ്ര ഇൻ 1963. അപ്പം മറ്റേതൊക്കെ ആരായിരുന്നു? നെറ്റ് ഇൻകം അപ്രോച്ചും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും ഡേവിഡ് ഡ്യൂറൻറ്റും, അപ്രോച്ച് മോഡി ഗിലാനി മില്ലറും കൂടെ ചേർന്നിട്ടാണ് ട്രഡീഷണൽ അപ്രോച്ച് സോളമൻ എസ്രയാണ് പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ തിയറിക്ക് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻ്റർമീഡിയറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇൻ്റർമീഡിയറ്റ് അപ്രോച്ച് എന്നതിനെ വിളിക്കാനായിട്ടുള്ള കാരണം നമ്മൾ നേരത്തെ പഠിച്ച നെറ്റ് ഇൻകം അപ്രോച്ചിൻ്റെയും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ നമ്മൾ അപ്രോച്ചിൽ കണ്ടായിരുന്നു കോർപ്പറേറ്റ് ടാക്സ് ഉള്ള കേസിലും കോർപ്പറേറ്റ് ടാക്സ് ഇല്ലാത്ത കേസിലും നെറ്റ് ഇൻകം അപ്രോച്ചും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിനോടും സിമിലർ ആണ്, അല്ലെ ഐഡൻറ്റിക്കൽ ആണെന്ന് പറഞ്ഞു. ട്രഡീഷണൽ അപ്രോച്ചിൽ വരുന്നുണ്ട് ഈ ഒരൊറ്റ കേസിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരൊറ്റ അപ്രോച്ചിൽ തന്നെ നെറ്റ് ഇൻകം അപ്രോച്ചും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനായിട്ടാണ് ട്രഡീഷണൽ അപ്രോച്ച് ഫോമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു അപ്രോച്ച് പ്രകാരം പറയുന്നത് the value of the firm can be increased initially or cost of capital can be decreased by using more debt. Thus, the optimum capital structure can be reached by proper debt equity mix. അപ്പം ഇനീഷ്യലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്, ഡെപ്റ്റ് ഒരു ചീപ്പർ സോഴ്സ് ആണ്, കാരണം ഇൻട്രസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. സോ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്താൽ ഫേമിന് അത്രയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആവില്ല. സോ ഇനീഷ്യലി നമുക്ക് എന്ത് ചെയ്യാം? ഡെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യാം, അതേപോലെ തന്നെ ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിയുന്നുണ്ടേ വീണ്ടും നമ്മൾ ഡെപ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യും. കാരണം ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസ്ക്കും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു പോയിന്റിൽ ഡെപ്റ്റിൻ്റെ അല്ലെങ്കിൽ ഡെപ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജ് നമുക്കവിടെ എന്തായി മാറി? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഓഫ്സെറ്റായി പോയി. സോ ആഫ്റ്റർ ദിസ് there comes a stage when the increased cost of equity cannot be offset by advantage of low cost of debt. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രശ്നം നമുക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് വഴി നികത്താനായിട്ട് പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തും. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഒരു സൈഡിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് നമ്മൾ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫിനാൻഷ്യൽ റിസ്ക് കൂടുകയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യത്തുള്ളൂ. സോ അതുകൊണ്ടാണ് പറയുന്നത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് ഡിക്രീസസ് അപ് ടു എ സർട്ടൻ ലിമിറ്റ്. നമ്മൾ ആദ്യം ഇനീഷ്യലി ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യും ഒരു ലിമിറ്റ് വരെ അല്ലെങ്കിൽ ഒരു സർട്ടൻ പോയിന്റ് വരെ. ആൻഡ് ഇറ്റ് റിമെയിൻസ് മോർ ഓർ ലെസ് അൺചേഞ്ച്ഡ് ഫോർ എ മോഡറേറ്റ് ഇൻക്രീസ് ഇൻ ഡെപ്റ്റ്. വീണ്ടും നമ്മൾ കുറച്ചും കൂടെ ഡെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ അതൊരു മോഡറേറ്റ് രീതിയിൽ കണ്ടിന്യൂ ചെയ്യും. ആ ഒരു ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്ത് വന്നത് ഒന്ന് സ്റ്റേബിളായിട്ട് കുറച്ച് നാളും കൂടെ പോകും. വീണ്ടും നമ്മൾ ഡെപ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ബിയോണ്ട് എ ലിമിറ്റ് അല്ലെങ്കിൽ ബിയോണ്ട് ദാറ്റ് പോയിന്റ് ആ ഒരു വീണ്ടും അത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമെന്നാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നത്. സോ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം, ഫസ്റ്റ് നമ്മൾ ഡെപ്റ്റ് യൂസ് ചെയ്തു, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറഞ്ഞു. അത് നേരെ എന്തിനോട് തുല്യമായിരിക്കും? നെറ്റ് ഇൻകം അപ്രോച്ചിനോട് തുല്യമാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു ലിമിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും. കാരണം എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുന്നത് കൊണ്ട്, ഫിനാൻഷ്യൽ റിസ്ക് കൂടുന്നത് കൊണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടും. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുന്നത് കൊണ്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ ബിയോണ്ട് ദ ലിമിറ്റ് കൂടും എന്നാണ് പറയുന്നത്. സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുമ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതിനും ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൻ്റെയും നെറ്റ് ഇൻകത്തിൻ്റെയും ഒരു എക്സ്ട്രീം വ്യൂസ് ആണ് ട്രഡീഷണൽ അപ്രോച്ചിൽ കാണിക്കുന്നത്. സോ നെറ്റ് ഇൻകം അപ്രോച്ച് ആൻഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ഹോൾഡ് ദ എക്സ്ട്രീം വ്യൂസ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്യാപിറ്റൽ സ്ട്രക്ചർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് വാല്യൂ ഓഫ് ദ ഫേം. നമ്മളെന്താണ് ഇത്രയും നേരം പറഞ്ഞതിനകത്തും ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയൊക്കെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും വാല്യൂ ഓഫ് ദ ഫേമിനെ എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതൊരു ഇൻ്റർമീഡിയറ്റ് അപ്രോച്ച് ആണ്, കാരണം രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. നെറ്റ് ഇൻകത്തിൻ്റെയും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഇവിടെ പറയുന്നത്.
Traditional approach confirms the existence of an optimum capital structure when overall cost of capital is minimum and value of the firm is maximum. Optimum capital structure confirm ചെയ്യുന്ന എപ്പോഴാണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ആയിരിക്കുന്ന ഒരു കേസ്, അതേപോലെ തന്നെ ഫേമിൻ്റെ വാല്യൂ എപ്പോഴാണോ മാക്സിമം ആ ഒരു സാഹചര്യത്തിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറാണ് ഒപ്റ്റിമം എന്ന് പറയുന്നത്. അതായത് ഫേമിൻ്റെ വാല്യൂ മാക്സിമം ആയിരിക്കണം, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ആയിരിക്കണം. ആ സാഹചര്യത്തിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ഏതോ അതാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ. ആസ് പെർ ദിസ് അപ്രോച്ച് ദ ബെസ്റ്റ് പോസിബിൾ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി വിൽ മാക്സിമൈസ് ദ വാല്യൂ ഓഫ് ദിസ് ഫേം. ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാക്സിമൈസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് പോസിബിൾ ഏതായിട്ട് വരും? ബെസ്റ്റ് പോസിബിളായിട്ടുള്ള ഒരു ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഡെപ്റ്റ് കൂട്ടണോ ഡെപ്റ്റ് കുറയ്ക്കണോ എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആദ്യം ഒന്ന് ഡിക്രീസ് ചെയ്യും, അത് പിന്നെ ഒരു മോഡറേറ്റ് റേറ്റിൽ പോവും, പിന്നെ അത് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഗോസ് ത്രൂ 3 സ്റ്റേജസ്. ആ 3 സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫസ്റ്റ് സ്റ്റേജാണ് വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ബോറോയിങ്സ്. അപ്പം ബോറോയിങ്സ് കൂടുന്നതിനനുസരിച്ച് ഫേമിൻ്റെ വാല്യൂ കൂടും. നമ്മുടെ ഫസ്റ്റ് അപ്രോച്ച് പ്രകാരം അല്ലെങ്കിൽ ഫസ്റ്റ് തിയറി പ്രകാരം നമ്മൾ പഠിക്കുന്നതാണ് ഡെപ്റ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഡെപ്റ്റ് ചീപ്പർ സോഴ്സ് ആണ്. സോ ഡെപ്റ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കൂട്ടാം? ഫേമിൻ്റെ വാല്യൂ കൂട്ടാനായിട്ട് പറ്റും. ആൻഡ് ദിസ് ഫിനോമിനൻ ഇസ് അപ് ടു എ സർട്ടൻ പോയിന്റ്. ഒരു സർട്ടൻ കാലയളവിലേക്ക് അതുള്ളൂ. ആ ഒരു പോയിന്റ് കഴിയുമ്പോൾ റിഡക്ഷൻ ഇൻ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സീസസ് ആൻഡ് ഇറ്റ് ടെൻഡ്സ് ടു സ്റ്റെബിലൈസ്. നമ്മൾ ഈ വാല്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഒരു അപ് ടു എ സർട്ടൻ പോയിൻ്റേ ഉള്ളൂ. ആ പോയിന്റ് കഴിയുമ്പം ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നതൊന്ന് നിൽക്കും. എന്നിട്ട് അത് മോഡറേറ്റ്, അത് സ്റ്റെബിലൈസ് ചെയ്ത് കുറച്ച് നാൾ മുന്നോട്ട് പോകും. ഫർദർ പിന്നെയും ബോറോയിങ്സ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെയും അതേപോലെ തന്നെ ഫേമിനെയും അത് എഫക്റ്റ് ചെയ്യുന്നില്ല. അത് സ്റ്റാഗ്നേറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നത് വീണ്ടും ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതാണ് തേർഡ് സ്റ്റേജിൽ പറയുന്നത്. ഇൻക്രീസ് ഇൻ ഡെപ്റ്റ് ബിയോണ്ട് ദിസ് പോയിന്റ്, സെക്കൻഡ് സ്റ്റേജ് സ്റ്റേബിളായിട്ട് പോകുന്ന ആ ഒരു സ്റ്റേജിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ വീണ്ടും നമ്മൾ ഡെപ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫിനാൻഷ്യൽ റിസ്ക് കൂടും, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യും. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഓൾസോ റൈസസ് ഡ്യൂ ടു ഹയർ ഡെപ്റ്റ്. അപ്പം ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും, അതേപോലെ തന്നെ വാല്യൂ ഓഫ് ദ ഫേം അവിടെ ഡിക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ ഇനി ഇത് ഗ്രാഫിക്കലി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. കണ്ടില്ലേ, ഫസ്റ്റ് സ്റ്റേജാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഡെപ്റ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്ലൈൻ ചെയ്യും. പിന്നീട് നമ്മൾ ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് വീണ്ടും ഡെപ്റ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ അത് മോഡറേറ്റ് രീതിയിൽ മുന്നോട്ട് പോകും. വീണ്ടും നമ്മൾ ഡെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടും. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുന്നതിനനുസരിച്ച് ബിയോണ്ട് എ ലിമിറ്റ്, മോഡറേറ്റ് ആയിട്ട് വന്ന് ബിയോണ്ട് എ ലിമിറ്റ് കഴിയുന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എന്ത് ചെയ്യും? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടും. അപ്പം ഡെപ്റ്റ് കൂടുന്നതിനനുസരിച്ച് ഫസ്റ്റ് സ്റ്റേജിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും, പിന്നീട് അതൊരു മോഡറേറ്റ് റേറ്റിൽ പോവും, പിന്നെയും ഡെപ്റ്റ് കൂട്ടുകയാണെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വീണ്ടും ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയുന്നത്. സോ ഇതാണ് ട്രഡീഷണൽ അപ്രോച്ച്. ഇറ്റ് ഗോസ് ത്രൂ 3 stages and it is a combination of net income approach and net operating income approach.